മലപ്പുറം മൂത്തേടത്ത് ലീഗ് നേതാവ് ലൈഫ് വീടും കൈക്കലാക്കി. ലൈഫ് വീട് താമസിക്കും മുമ്പേ വിലയ്ക്ക് വാങ്ങി വാണിജ്യ കെട്ടിടമാക്കി മറിച്ചുവിറ്റു. ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് UDF ഭരണസമിതി നമ്പറും നൽകി. മുത്തേടം പഞ്ചായത്തംഗം താളിപ്പാടം മൂലക്കുന്നത്ത് റെനിയും ഭർത്താവുമാണ് ലൈഫ് വീട് കൈക്കലാക്കി വാണിജ്യ കെട്ടിടം നിർമ്മിച്ചത്. 2023 ഓഗസ്റ്റ് 1 എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ ഭൂമി രജിസ്റ്റർ ചെയ്തത്. 2022 ലൈഫ് വീട് പൂർത്തിയാക്കിയത്. എടക്കര പഞ്ചായത്തിൽ നിന്ന് മുത്തേടം പഞ്ചായത്തിലെ ലിസ്റ്റിലേക്ക് മാറ്റിയായിരുന്നു വീട് അനുവദിച്ചത്. രണ്ടും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. മൂത്തേടത്ത് മുസ്ലിം ലീഗിൻ്റെ കൽക്കുളം വാർഡ് മെമ്പറുടെ ഭർത്താവ് മുത്തേടം പഞ്ചായത്തിലെ കാറ്റാടി പാലത്തിനോട് ചേർന്ന് ലൈഫിൽ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീട് വിലയ്ക്ക് വാങ്ങുകയാണ്, വളരെ തുച്ഛമായ വിലയ്ക്ക്. സർക്കാർ മലയോര ഹൈവേ നിർമ്മിച്ചതാണ് ഈ തട്ടിപ്പിന് ഇവർ ഉപയോഗപ്പെടുത്തിയത്. മലയോര ഹൈവേയോട് ചേർന്നുള്ള ലൈഫ് വീട് ഗുണഭോക്താവിനെ താമസിക്കും മുമ്പ് തന്നെ അവർക്ക് തുച്ഛമായ വില കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം ലീഗിൻ്റെ വാർഡ് മെമ്പർ ഇത് തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിൽ വാണിജ്യ കെട്ടിടം നിർമ്മിച്ച് വൻ തുകയ്ക്ക് മറ്റൊരു ലീഗിൻ്റെ കരാറുകാരന് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇത് മറിച്ച് വീണ്ടും വിറ്റു. ഇതിൽ വലിയ അപകടകരം എന്ന് പറയുന്നത് ഈ വാർഡ് മെമ്പർ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടത്തിൻ്റെ റിയൽ എസ്റ്റേറ്റിലെ കണ്ണിയാണ്. ഭൂമി വാങ്ങൽ വിൽക്കൽ ഇടപാടുകളിലൊക്കെ കൂടെ നിൽക്കുന്ന കക്ഷിയാണ് ഈ ഭൂമി വാങ്ങി വാണിജ്യ കെട്ടിടമാക്കി മറിച്ചു വിറ്റിട്ടുള്ളത്. അപ്പോൾ ഈ തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം വേണം. സർക്കാരിൻ്റെ 4 ലക്ഷം രൂപയും വീടിനായി കൈപ്പറ്റിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടത്തിൻ്റെ സഹായിയാണ് റെനി. മലയോര ഹൈവേയോട് ചേർന്നായിരുന്നു ലൈഫ് വീട്. തട്ടിപ്പിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, ലൈഫ് മിഷൻ, ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. KT സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.